ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനുപമാസ് വ്ളോഗ്. ഇന്നൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കക്കുരുവും മുരിങ്ങയിലും ഉപയോഗിച്ച് ഒരു തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചക്കക്കുരു ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത് കുറച്ച് എടുക്കുക. അതിനുശേഷം മുരിങ്ങയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി 2-3 കഷ്ണം ചുവന്നുള്ളി, വറ്റൽമുളക്. ഇത്രയാണ് ഇതിനാവശ്യമായ ചേരുവകൾ. അപ്പോൾ വറ്റൽമുളകിന് പച്ചമുളക് വേണമെന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എനിക്ക് പക്ഷേ ഈ വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടെ ഉള്ള തോരൻ. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചക്കക്കുരു ഒരു പാത്രത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിത് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചക്കക്കുരു അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെന്ത് കഴിഞ്ഞ് കാണാം. ചക്കക്കുരു വെന്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ടാണ് നമ്മൾ ചക്കക്കുരു വേവിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, ഒരുവിധം നമുക്കൊന്ന് ശകലം ഒന്ന് ഇതുപോലെ ഒന്ന് ഞെങ്ങൊള്ളുന്ന പരുവായാൽ മാത്രം മതി. അപ്പോൾ ഇത് ആയതിനു ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, മിക്സിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് വേവുന്നതിന് ആവശ്യമായ വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് കുടഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു മുരിങ്ങയിൽ ഇതുപോലൊന്ന് അരപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് പ്രത്യേകം എന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കളറോ ഭംഗിയോ എന്തെങ്കിലും വേണേൽ കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ച സമയത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ടേസ്റ്റും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ഒഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് പച്ച വെളിച്ചെണ്ണ ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നമുക്ക് അതിൻ്റെ പരുവത്തിന് കിട്ടും. ഇപ്പോൾ ഏതാണ്ട് ചക്കക്കുരുവും മുരിങ്ങയില സെറ്റായിട്ടുണ്ട്. ഉപ്പും നമ്മൾ ആവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറു തീയിലൊന്ന് നമുക്ക് ആവി ഒന്ന് കയറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുമ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി കിട്ടും. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ നാടൻ വിഭവമാണ്, കണ്ടോ, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി കൂടെ മുമ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കളർ, ഒരു നല്ലൊരു ചുവപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ട് നോക്ക്, സൂപ്പറല്ലേ, കണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തനി നാടൻ വിഭവങ്ങളാണ്. ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ
നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ ബൈ.